ഹലോ ഹായ്, ഞാനിന്ന് രണ്ട് ഇല പരിചയപ്പെടുത്തുകയാണ്. ഇത് മല്ലിയില പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾക്ക് ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചപ്പോഴത്തേക്കിനും വേറൊരു ലീഫ് നിങ്ങളെ പരിചയപ്പെടുത്തും. ഇത് ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടുമില്ല, ഉപയോഗിച്ചിട്ടുമില്ല. പക്ഷേ ഇത് ബിരിയാണിക്ക് ഈ മല്ലിയിലയെക്കാട്ടിലും ടേസ്റ്റാണ് ഈ ഇലയ്ക്ക്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു ഇലയുടെ വ്യത്യാസം കണ്ടു. മല്ലിയിലയുടെക്കാട്ടിലും ഒരു ചെറിയ ഒരു സൈസ് ഇല. പക്ഷേ ഇത് മല്ലിയിലയുടെ സ്മെല്ലല്ല, വേറൊരു സ്മെല്ലും കറിക്ക് നല്ലൊരു ഫ്ലേവറുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് ബിരിയാണിക്കും നമ്മൾ ബട്ടർ ചിക്കന്, പനീർ മസാല ഇതെല്ലാം ഉണ്ട്. നമ്മുടെ പനീർ മസാല വെക്കുമ്പോൾ ഒക്കെ ഇത് രണ്ടും ചേർക്കുന്നതാണ്. അപ്പോൾ ഇതൊരു പുതിയ വെറൈറ്റി. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ പാഴ്സലി ലീഫ് എന്നാണ്. പാഴ്സലി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുക, കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കും. ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോഴത്തേക്കിനും ഇത് ബിരിയാണിക്കൊക്കെ ചേർക്കാൻ നല്ലതാണെന്ന് ചേർത്ത് നോക്കിയപ്പോൾ നല്ലതായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും മല്ലിയിലയും പുതിനായിലയല്ലേ ചേർക്കുന്നത്. പുതിനായിലയെക്കാട്ടിലും ഒന്നുകൂടെ ഒരു വ്യത്യാസമുണ്ട് ഇത് ചേർക്കുമ്പോഴത്തേനും ടേസ്റ്റിന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. പാഴ്സലി ലീഫ് എന്ന് PARSLEY, പാഴ്സലി ലീഫ്. വേറൊരു നല്ല സ്മെല്ലാണ്. അപ്പം ഇതും പിന്നെ ബിരിയാണിക്കൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നവർ അറിയാമല്ലോ. അല്ലാത്തവർ ഈ ലീഫും കൂടെ ബിരിയാണിക്കും പനീർ കറിക്കും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിക്കകത്തൊക്കെ ഇട്ട് കൊടുക്കുക. നല്ലൊരു ലീഫാണ്. അപ്പം പരിചയപ്പെട്ടല്ലോ, പാഴ്സലി ലീഫ്. ഓക്കെ, ബൈ.